ഫത്തേപൂർ സിക്രി ഇന്ത്യയുടെ മഹത്തായ മുസ്ലിം രാജവാഴ്ചയുടെ പ്രതീകമാകുന്ന ഒരു ചരിത്ര നഗരമാണിത്. ഉത്തർപ്രദേശിലെ ആഗ്രയുടെ പശ്ചിമ ഭാഗത്തായി താജ്മഹലിൽ നിന്നും 40 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ചരിത്ര പ്രാധാന്യ നഗരം. 1986 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഈ നഗരം ഏകദേശം 14 വർഷക്കാലം മുഗൾ സാമ്രാജ്യ തലസ്ഥാനം കൂടിയായിരുന്നു. 1571 മുഗൾ സാമ്രാജ്യ ഭരണാധികാരി അക്ബർ ചക്രവർത്തിയാണ് ഈ നഗരം പണി കഴിപ്പിച്ചത്. മതസൗഹാർദ്ദത്തിൻ്റെയും ഭരണ സാമർത്ഥ്യത്തിൻ്റെയും പ്രതീകമായി ഇന്ത്യൻ, ഇസ്ലാമിക്, പേർഷ്യൻ ശൈലിയിൽ പണി കഴിപ്പിച്ച ഈ നഗരം മുഗൾ ശില്പകലയുടെ ഉജ്ജ്വല ഉദാഹരണമാണ്. ഫത്തേപൂർ സിക്രിയുടെ ശില്പകലയെ തിളക്കമാർന്നതാക്കുന്ന ചുവന്ന മണൽക്കല്ലുകൾ പ്രധാനമായും ആ പ്രദേശത്ത് നിന്ന് തന്നെ, പ്രത്യേകിച്ച് സിക്രിയുടെ സമീപ പ്രദേശങ്ങളിലുള്ള ഖനികളിൽ നിന്നും കൊണ്ടുവന്നത് തന്നെയാണ്. ഇനി ഈ അത്ഭുത നഗരത്തിൻ്റെ ചരിത്രം നോക്കാം. ചിരകാലം മുതൽ പുത്രസന്താനങ്ങളൊന്നുമില്ലാതിരുന്ന അക്ബർ ചക്രവർത്തി ആഗ്രയ്ക്ക് സമീപമുള്ള സലീം ഗ്രാമത്തിൽ താമസിച്ചിരുന്ന പ്രശസ്ത സൂഫി സന്യാസിയായ ഷെയ്ഖ് സലീം ചിശ്തിയുമായി സമ്പർക്കം സ്ഥാപിക്കുകയും ആ സന്യാസി അക്ബറിനൊരു പുത്രൻ ജനിക്കുമെന്ന് പ്രവചനം നടത്തുകയും ചെയ്തു. കുറച്ചു കാലത്തിന് ശേഷം അക്ബറിൻ്റെ ഭാര്യ മറിയം ഉസ്സമാനിയ ബീഗത്തിന് 1569 ഒരു ആൺകുഞ്ഞ് ജനിച്ചു. അദ്ദേഹം ഷെയ്ഖ് സലീമിൻ്റെ ആദരാർത്ഥമായി ആ കുഞ്ഞിന് സലീം എന്ന പേര് നൽകി. ആ വ്യക്തിത്വം അക്ബറിന് ശേഷം ചക്രവർത്തിയായ ജഹാംഗീർ ആയിരുന്നു. അക്ബർ ഈ അത്ഭുതകരമായ സംഭവത്തെ അനുസ്മരിപ്പിക്കുകയും ഷെയ്ഖ് സലീമിനെ ആദരിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായി പുതിയ ഒരു തലസ്ഥാനം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 1571 ഫത്തേപൂർ സിക്രി സ്ഥാപിച്ചു. ഇതിനർത്ഥം വിജയത്തിൻ്റെ നഗരം എന്നാണ്. വലിയ പദ്ധതിയോടെയും ആസൂത്രിതമായാണ് രൂപകൽപ്പന ചെയ്തതെങ്കിലും 1585 ജലക്ഷാമം സഹിക്കാതെ വന്നതിനാൽ ഭരണ തലസ്ഥാനം ലാഹോറിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. ഏകദേശം 307 ഏക്കർ അഥവാ 1.24 ചതുരശ്ര കിലോമീറ്ററോളം വ്യാപിച്ചു കിടക്കുന്ന ഈ നഗരത്തിൻ്റെ പ്രധാന കോട്ടയും ഭരണകേന്ദ്രങ്ങളും ഉൾപ്പെടുന്ന രാജഭവന പാളയം നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. രാജഭവന പാളയത്തിൻ്റെ ചുറ്റിലും നിർമ്മിച്ചിട്ടുള്ള മതിലിന് പ്രധാനമായും 4 വാതിലുകളാണ് ഉണ്ടായിരുന്നത്. ഇതിലേറ്റവും പ്രശസ്തം ബുലന്ദ് ദർവാസയാണ്. ബുലന്ദ് ദർവാസ 54 മീറ്റർ ഉയരമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗോപുര കവാടങ്ങളിലൊന്നാണ് ബുലന്ദ് ദർവാസ. ഫത്തേപൂർ സിക്രിയുടെ പ്രധാന ആകർഷണവും ഇത് തന്നെയാണ്. 1601 അക്ബർ ചക്രവർത്തി ഗുജറാത്തിൽ നേടിയ ജയത്തിൻ്റെ സ്മരണയ്ക്ക് പണിത വലിയ പ്രവേശന കവാടമാണിത്. 42 കല്ലുപടികൾ കയറിയാണ് ഗേറ്റിൻ്റെ പ്രധാന ഭാഗത്തേക്ക് പ്രവേശിക്കപ്പെടുന്നത്. കവാടത്തിൽ അറബി, പേർഷ്യൻ കാലിഗ്രഫികളും കൊത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. അറബി ഭാഷയിൽ കൊത്തിവെക്കപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്: അദ്ദുന്യ ജിസ്റുൻ ഫഅബ്റുഹ വലാ തബ്നു അലൈഹ ഫഇന്ന മൻ റജാ യൗമൻ റജൽ അബദ് ലാകിൻ അദ്ദുന്യ സഅ ഫജഅലഹ തുഅ. അതായത്, ലോകം ഒരു പാലമാണ്, അതിലൂടെ കടന്നു പോകുക, അതിൽ താമസിക്കാൻ വീട് പണിയരുത്. ഒരു ദിവസം പ്രതീക്ഷിക്കുന്നവർക്ക് നിത്യകാലം പ്രതീക്ഷിക്കാവുന്നതാണ്. ലോകം ഒരു മണിക്കൂർ മാത്രമാണ്, അതിനാൽ അതിനെ പാപമുക്തമായി ചെലവാക്കുക. ഈ മഹത് നഗരത്തെ അക്ബർ 3 പ്രധാന മേഖലകളാക്കി വിഭജിച്ചിരിക്കുന്നു. 1 ഭരണതല ഭാഗം, അഡ്മിനിസ്ട്രേറ്റീവ് കോംപ്ലക്സ്. ഇവിടെയാണ് ദിവാനി ആം, ദിവാനി ഖാസ് എന്നിവകളുള്ളത്. 2 ആധ്യാത്മിക മേഖല അഥവാ റിലീജിയസ് കോംപ്ലക്സ്. ജുമാ മസ്ജിദ്, ഷെയ്ഖ് സലീം ചിശ്തിയുടെ മക്ബറ എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. 3 വാസസ്ഥലങ്ങൾ, റെസിഡൻഷ്യൽ ഏരിയ. രാജവംശങ്ങൾക്കും മന്ത്രിമാർക്കും വേണ്ടി നിർമ്മിച്ച കൊട്ടാരങ്ങൾ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ 3 മേഖലകളെയും വിശദമായി നോക്കുകയാണെങ്കിൽ, 1 ഭരണതല ഭാഗം, അതായത് അഡ്മിനിസ്ട്രേറ്റീവ് കോംപ്ലക്സ്. ഇതിന് പ്രധാനമായും 2 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. 1 ദിവാനി ആം അഥവാ പൊതുശ്രവണ സഭ. സാമാന്യ ജനങ്ങളുടെ പരാതികളും ഹാജരുകളും ചക്രവർത്തിയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനുള്ള കേന്ദ്രമാണിത്. ചക്രവർത്തി അക്ബർ ഇവിടെ പൊതുജനങ്ങളെ നേരിട്ട് കാണുകയും അവരുടെ പരാതികൾ കേൾക്കുകയും ചെയ്തിരുന്നു. 2 മേഖല ദിവാനി ഖാസ്. ആന്തരിക സഭ, സ്വകാര്യ സഭ എന്നെല്ലാം അറിയപ്പെട്ട ഈ ഭാഗം പ്രധാനമന്ത്രിമാരും വിദേശ ദൂതന്മാരുമായുള്ള സുപ്രധാന ആലോചനകൾ നടത്തുന്നതിനു വേണ്ടിയും ഭരണ സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനു വേണ്ടിയായിരുന്നു നിർമ്മിക്കപ്പെട്ടത്. 3 വിഭജിക്കപ്പെട്ട ഈ നഗരത്തിൻ്റെ 2 മേഖലയാണ് ആധ്യാത്മിക മേഖല. ആധ്യാത്മിക മേഖലയിൽ ഉൾപ്പെട്ടിരുന്നത് ജുമാ മസ്ജിദും ഷെയ്ഖ് സലീം ചിശ്തിയുടെ മക്ബറയുമെല്ലാമാണ്. ജമാ മസ്ജിദ് സൂഫി സന്യാസിയായ ഷെയ്ഖ് സലീം ചിശ്തിയെ ആദരിക്കുന്നതിൻ്റെ ഭാഗമായി ഏകദേശം 1571 1574 ഇടയിലാണ് മസ്ജിദ് പണി കഴിപ്പിച്ചിട്ടുള്ളത്. പള്ളിയുടെ അകം പ്രധാനമായും മുസ്ലിം, ഹിന്ദു, ക്രിസ്ത്യൻ എന്നീ 3 മതസ്ഥരുടെയും ശൈലിയുടെ സമ്മിശ്രമാണ്. കുബ്ബ, മിഹ്റാബ് മുസ്ലിം മതസ്ഥരെയും, ലോട്ടസ് പാറ്റേൺ തൂണുകൾ ഹിന്ദു മതസ്ഥരെയും, ചില കത്തോലിക് പാറ്റേണുകൾ ക്രിസ്ത്യൻ മതസ്ഥരെയും സൂചിപ്പിക്കുന്നതാണ്. പള്ളിയുടെ ഇടതുവശത്തായി ഖുർആൻ പഠനശാലകളും ഇന്നും പ്രഭാത സമയങ്ങളിൽ പ്രവർത്തനയോഗ്യമാണ്. ഷെയ്ഖ് സലീം ചിശ്തിയുടെ മക്ബറ
പള്ളിയുടെ മുമ്പിൽ പൂർണ്ണമായും വെളുത്ത മാർബിൾ കല്ലുകൾ കൊണ്ട് പണി കഴിപ്പിച്ച ഒറ്റനില കെട്ടിടമാണ് ഷെയ്ഖ് സലീം ചിശ്തിയുടെ ഈ മക്ബറ. ഇതിനകത്ത് ആഗ്രഹ സാഫല്യത്തിനായി നൂല് കെട്ടുന്ന സമ്പ്രദായം കൂടിയുണ്ട്. വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വെച്ച് കവാലിയും നടക്കുന്നു. മൂന്നാമത്തെ മേഖലയായ വാസസ്ഥലങ്ങൾ രാജവംശങ്ങൾക്കും മന്ത്രിമാർക്കും വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ്. പ്രധാനമായും 5 കെട്ടിടങ്ങളാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. 1. ജോധാബായിയുടെ കൊട്ടാരം. അക്ബറിന്റെ ഹിന്ദു ഭാര്യയായ രാജപുത്രി ജോധാബായിക്ക് പണി കഴിപ്പിച്ചതാണിത്. ഹിന്ദു ശില്പശൈലിയും മുഗൾ ഘടനയുമുള്ള സംയുക്ത രൂപകൽപ്പനയാണ് ഇതിനുള്ളത്. വലിയ ഒരു വളപ്പും ആചാരാനുസൃതമായ കുളിമുറികളും ഇതിനകത്തുണ്ടായിരുന്നു. 2. ബീർബൽ ഭവൻ. അക്ബറിന്റെ പ്രമുഖ ബുദ്ധിമാനായ മന്ത്രി ബീർബലിനായി പണി കഴിപ്പിച്ചതാണിത്. വലുപ്പത്തിൽ ചെറുതാണെങ്കിൽ പോലും സങ്കീർണമായ ചില ശില്പകലകൾ ഈ കൊട്ടാരത്തിനുള്ളിലും നമുക്ക് കാണാൻ സാധിക്കും. 3. ഹിരാമൻ പർദ. അക്ബറിന്റെ തുർക്കിഷ് ഭാര്യയ്ക്കായുള്ള വാസസ്ഥലമാണിത്. ഇത് തുർക്കി ശൈലിയിൽ സ്ത്രീകളുടെ സ്വകാര്യതയെ മുൻനിർത്തി പണി കഴിപ്പിച്ച കെട്ടിടമാണ്. 4. മറിയം മഖാനി മഹൽ. അക്ബറിന്റെ അമ്മയായ ഹമീദ ബാനു ബേഗത്തിനുള്ള താമസ സമൂഹമാണിത്. മറിയം മഖാനി എന്നത് അവർക്ക് ലഭിച്ച പദവിയാണ്. അതുകൊണ്ടാണ് ഈ മന്ദിരത്തിന് മറിയം മഖാനി മഹൽ എന്ന പേര് ലഭിച്ചിട്ടുള്ളത്. ഈ മന്ദിരത്തിനകത്ത് നമുക്ക് വലിയ വളപ്പും പല നിഗൂഢമായ മുറികളും കാണാൻ സാധിക്കും. 5. പാഞ്ച് മഹൽ. ഫതേപൂർ സിക്രിയിലെ പ്രമുഖ കെട്ടിടങ്ങളിൽ ഒന്നാണിത്. ഇത് അക്ബറിന്റെ സുപ്രധാനമായ വലിയ കൊട്ടാരങ്ങളിലൊന്നായിരുന്നു. മതേതര കലാപരമായ സ്മാരകമാണിത്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 5 നിലകളിലുള്ള ഒരു വലിയ കെട്ടിടമാണ് പഞ്ച്മഹൽ. ഇന്ന് ഫതേപൂർ സിക്രി എന്ന ഈ വിജയത്തിന്റെ നഗരം സന്ദർശകരുടെ സഞ്ചാര പട്ടികയിൽ നിന്നും പ്രാധാന്യഹീനമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. ആഗ്രയിലെ താജ്മഹലിനെയും ആഗ്ര കോട്ടയും സന്ദർശിക്കുന്നവരിൽ ഏറെ പേരും ഇവിടെ എത്തുന്നില്ല. പ്രധാനമായും ദൂരമുണ്ടെന്ന തോന്നലും അതിനോടനുബന്ധിച്ചുള്ള യോഗ്യമായ ഗൈഡൻസ് ഇല്ലാതിരിക്കുന്നതും തടസ്സപ്പെടുന്ന യാത്രാ സൗകര്യങ്ങളും കൂടാതെ പ്രദേശത്തെ ഉയർന്ന താപനിലയും ജലക്ഷാമമാണ് ടൂറിസ്റ്റുകളുടെ ഒഴുക്കിനെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ. അതിനാൽ തന്നെ ഇത്രയും വൈഭവപൂർണമായ ഒരു ചരിത്ര നഗരം നിരാലംബമായി കാലത്തിൻ്റെ മറവിയിലേക്ക് തളർന്നുകൊണ്ടിരിക്കുകയാണ്. നന്ദി.